നൂറുകണക്കിന് മനുഷ്യരുടെ അസ്ഥികൂടങ്ങൾ ചിതറിക്കിടക്കുന്ന ദ്വീപ് ഏതാണ് എന്ന് നിങ്ങൾക്കറിയാമോ? നമുക്ക് നോക്കാം. ഭയാനകമായ കഥകളാൽ നിറഞ്ഞൊരു ദ്വീപാണ് ഡെഡ് മാൻസ് ദ്വീപ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ മരണത്തിന്റെയും ദുരന്തത്തിന്റെയും മരവിപ്പിക്കുന്ന കാഴ്ചകളാൽ നിറഞ്ഞ ഒരിടം. 18-ാം നൂറ്റാണ്ടിനും 19-ാം നൂറ്റാണ്ടിനും ഇടയിൽ ഈ ദ്വീപിൽ സംഭവിച്ച ഭീകരമായ കാര്യങ്ങളുടെ തെളിവുകൾ ഇന്നും അവിടെ അവശേഷിക്കുന്നുണ്ട്. ദ്വീപിൽ ചിതറിക്കിടക്കുന്നത് വെറും കല്ലുകൾ മാത്രമല്ല, മറിച്ച് മനുഷ്യന്റെ അസ്ഥികളും പല്ലുകളുമൊക്കെയാണ്. ഭയാനകമായ നിശബ്ദതയും ജീർണിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യാവശിഷ്ടങ്ങളും ഈ ദ്വീപിന് ഡെഡ് മാൻസ് ദ്വീപ് എന്ന പേര് നേടിക്കൊടുത്തു. വളരെ കുറച്ചു പേർക്ക് മാത്രമേ ഇവിടം സന്ദർശിക്കുവാൻ ധൈര്യമുണ്ടായിട്ടുള്ളൂ. ഏകദേശം 200 വർഷത്തോളമായി ഈ ദ്വീപിൽ ആരും കാലുകുത്തിയിട്ടില്ല. ലണ്ടനിൽ നിന്ന് ഏകദേശം 40 മൈൽ അകലെ സ്ഥിതി ചെയ്യുന്ന ഈ ദ്വീപ് നിറയെ അസ്ഥികൂടങ്ങളും മനുഷ്യന്റെ മറ്റ് അവശിഷ്ടങ്ങളുമാണ്. 18-19 നൂറ്റാണ്ടുകളിൽ തടവുകാരെ കപ്പലുകളിൽ ഇവിടെ കൊണ്ടുവന്ന് മരിക്കാൻ ഉപേക്ഷിക്കുമായിരുന്നു. അവരുടെ ശരീരം പതുക്കെ ദ്രവിക്കുകയും അസ്ഥികൾ മാത്രം ബാക്കിയാകുകയും ചെയ്തു. ദ്വീപിന്റെ പല ഭാഗങ്ങളിലും ഇപ്പോഴും തുറന്ന ശവപ്പെട്ടികൾ കാണാൻ സാധിക്കുമെന്നതും ഞെട്ടിക്കുന്ന കാഴ്ചയാണ്. 2017 BBC-ക്ക് ഈ ദ്വീപിലേക്ക് പ്രവേശിക്കുവാൻ പ്രത്യേക അനുമതി ലഭിച്ചു. അവതാരക നതാലി ഗ്രഹാം അന്ന് ദ്വീപ് കണ്ടതിനു ശേഷം പറഞ്ഞത് ഈ അനുഭവം അവിശ്വസനീയമാണ് എന്നതാണ്. ഇത്രയധികം ഭയാനകമായ കാഴ്ചകൾ അവിടെ ഉണ്ടാകുമെന്ന് താൻ ഒരിക്കലും കരുതിയില്ലെന്നും അത് എന്നേക്കുമായി തന്റെ ഓർമ്മയിൽ തങ്ങി നിൽക്കുമെന്നും അവർ പറഞ്ഞു. അസ്ഥികളും അഴുകിയ ശവപ്പെട്ടികളും നിറഞ്ഞൊരിടത്ത് ഒരു ഹൊറർ സിനിമയിലൂടെ നടന്നു പോകുന്നത് പോലെയാണ് തങ്ങൾക്ക് അനുഭവപ്പെട്ടതെന്ന് അവർ സഹപ്രവർത്തകരും കൂട്ടിച്ചേർത്തു. ഡെഡ് മാൻസ് ദ്വീപിനെ ചുറ്റിപ്പറ്റി നിരവധി വിചിത്രമായ കഥകൾ പ്രചരിക്കുന്നുണ്ട്. മരിച്ചവരുടെ ആത്മാക്കൾ ഇപ്പോഴും ഈ ദ്വീപിനെ കാക്കുന്നു എന്ന് ചിലർ വിശ്വസിക്കുന്നു. മറ്റു ചിലരാകട്ടെ ഒരിക്കൽ തടവിലാക്കപ്പെട്ടവരുടെ ആത്മാക്കളെ വിഴുങ്ങുവാൻ പിശാചുക്കൾ വന്നിരുന്നു എന്ന് കരുതുന്നു. എന്നാൽ ചരിത്രരേഖകൾ സൂചിപ്പിക്കുന്നത് ജയിൽ കപ്പലുകളിലെ കുറ്റവാളികളെ അടക്കം ചെയ്യുന്ന സ്ഥലമായി ഈ ദ്വീപ് പ്രവർത്തിച്ചിരുന്നു എന്നതാണ്. ഓസ്ട്രേലിയയിലേക്ക് നാടുകടത്തുന്ന കുട്ടി കുറ്റവാളികൾ വരെ ഇവിടെ മരണത്തിന് വിട്ടുകൊടുക്കപ്പെട്ടിട്ടുണ്ട്. രോഗം ബാധിച്ചവരും കപ്പലിൽ വെച്ച് മരിച്ചവരുമെല്ലാം ഈ ഉപേക്ഷിക്കപ്പെട്ട ദ്വീപിൽ അടക്കം ചെയ്യപ്പെട്ടു. അങ്ങനെ ഈ ദ്വീപ് മരണത്തിന്റെയും ദുരന്തത്തിന്റെയും നിശബ്ദമായ സാക്ഷിയായി ഇന്നും നിലകൊള്ളുന്നു.